നമ്മുടെ ഓരോ ബന്ധങ്ങളും ഒരു വൃക്ഷത്തൈ നടുന്നത് പോലെയാണ്. നാം എങ്ങനെയാണോ അതിനെ പരിപാലിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ വളർച്ചയിരിക്കുന്നത്. അതിനാവശ്യമായ വളവും വെള്ളവും വെളിച്ചവും നൽകി വളർന്നുയരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചോലകളൊക്കെ വെട്ടിമാറ്റിയാൽ അത് ഭംഗിയായി വളരും. എന്നാൽ ഒരു വൃക്ഷത്തൈ നടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു കർഷകൻ ശ്രദ്ധിക്കേണ്ടത്. അതിന് വളരാൻ ആവശ്യമായ മണ്ണൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. വളരെ ചെറുപ്പത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ബന്ധങ്ങളും, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള ബന്ധങ്ങൾ. അവരുടെ വൈവാഹിക ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും കരുണയും പരസ്പരം അവർ പങ്കുവയ്ക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ അവർക്കിടയിൽ ഒരു സൗന്ദര്യ പിണക്കമോ മറ്റോ ഒക്കെ ഉണ്ടായാൽ പുറത്തു നിന്നും ഒരാൾ അത് തീർക്കാൻ വരേണ്ടി വരില്ല. കാരണം അവരുടെ ബന്ധങ്ങൾക്ക് അത്രമാത്രം ആഴവും പരപ്പും ഉറപ്പുമുണ്ട്. ഇനി പുറത്തു നിന്നൊരാൾ അവർക്കിടയിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നാൽ തന്നെ തീർക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും അവർക്കിടയിൽ ഉണ്ടാവുകയുമില്ല. ഞാനൊരു സംഭവം പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയ പത്നി ആയിഷ ബീവിയും തമ്മിൽ ഒരു കുഞ്ഞു സൗന്ദര്യപ്പിണക്കം ഒരിക്കലുണ്ടായി. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി അവിടെ എത്തിയത് ആയിഷ ബീവിയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പ്രവാചകൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ആയിഷ ബീവിയുടെ നേരെ തിരിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, വാപ്പ വന്നിട്ടുണ്ട് പ്രശ്നം തീർക്കാൻ, നീ പറയുന്നോ അതോ ഞാൻ പറഞ്ഞു തുടങ്ങണോ? ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞോ, പക്ഷെ സത്യമേ പറയാവുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വാക്ക് കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്ന് അടിക്കാനായി കൈയൊങ്ങിക്കൊണ്ട് വന്നു. ഉടനെ മഹാനായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ്, നിങ്ങൾ ഞങ്ങൾക്കിടയിലുള്ള വഴക്ക് തീർക്കാൻ വേണ്ടി വന്നയാളാണ്, നിങ്ങളുടെ മകളെ തല്ലാൻ വേണ്ടി വന്നതല്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ശരി, ആയിഷ റളിയല്ലാഹു അൻഹ പോയി ഒളിച്ചത് എവിടെയാണെന്നറിയോ? മഹാനായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട്, എന്നെ ഇനി തല്ലാൻ എൻ്റെ വാപ്പയ്ക്ക് കഴിയില്ല, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന ധൈര്യത്തിൽ പ്രവാചകൻ്റെ പിന്നിൽ ഒളിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വഴക്കെല്ലാം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, കാണാമായിരുന്നു, ഞാൻ അന്ന് നടുക്ക് കയറി നിന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ വാപ്പ നിന്നെ തല്ലി ഒതുക്കിയനെ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണ് ബന്ധങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ പുറത്തു നിന്നൊരാൾ വരാതെ നമുക്ക് തന്നെ അത് തീർക്കാൻ നമ്മുടെ ബന്ധങ്ങൾ ബലിഷ്ഠമാവണം. ഇനി അഥവാ പുറത്തു നിന്നൊരാൾ തീർക്കാൻ വന്നാൽ പോലും തീർക്കാൻ കഴിയാത്തതൊന്നും ആ ബന്ധത്തിൽ ഉണ്ടാവരുത്. ഇവിടെ നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ടു, ഇവർ തമ്മിൽ ഒന്നാവുകയും ചെയ്തു.